ഇന്ത്യൻ സൈനികരെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. അത് നമുക്കറിയാം, ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായ ബസ്തർ മേഖല ഇനി കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വന്തമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇനി സ്വന്തമാണ്. വളരെ വലിയ നേട്ടമാണ് നമ്മുടെ സൈനിക വിഭാഗം അല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗം കൈവരിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ഈ ബസ്തർ, കൊണ്ടഗാവ് ഈ രണ്ട് ജില്ലകളും പരിപൂർണമായിട്ടും ഭരിച്ചിരുന്നത് ഈ മാവോയിസ്റ്റുകളാണ്, നക്സലുകളാണ്. അത് ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ബസവരാജു എന്ന് പറയുന്ന ഒരു നക്സൽ നേതാവിനെ വധിച്ചു സൈന്യം. കൂടെ 27 മാവോയിസ്റ്റുകളെയും വധിച്ചു. അപ്പോൾ ആയുധം വെച്ച് കീഴടങ്ങാൻ അവർക്ക് സമയപരിധി കൊടുത്തിട്ടും അതനുസരിക്കാതെ സൈന്യവുമായിട്ട് നിരന്തരം സംഘർഷത്തിലേർപ്പെടുകയും സൈന്യത്തെ ആക്രമിക്കുകയൊക്കെ ചെയ്തു. ഗ്രാമീണരെ ആക്രമിച്ചു. നിരവധി കുറ്റങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ ബസവരാജുവിൻ്റെ തലയ്ക്ക് 1 കോടി രൂപയാണ് പ്രഖ്യാപിച്ചിരുന്നതെന്ന ആ വസ്തുത നമ്മൾ ഓർക്കണം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഈ ബസവരാജു എത്ര വലിയ ഭീകരനാണ്, എന്തൊക്കെ ഭീകരതകളാണ് അയാൾ ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ ബസവരാജുവിനെ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു. ആ 27 മാവോയിസ്റ്റുകളെയും വധിച്ചതോടുകൂടി ഏറ്റവും ഒടുവിൽ 2-3 ദിവസം മുമ്പും അവിടെ ഒരു ആക്രമണം ഈ പറയുന്നത് പോലെ ഛത്തീസ്ഗഡിൽ സൈന്യത്തിന് നേരെ ഉണ്ടായി. 15ഓളം നക്സലുകളെ, മാവോയിസ്റ്റുകളെ വീണ്ടും വധിച്ചു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം വലിയ തോതിൽ ഈ നക്സൽ ബാധിതമായിരുന്നു. അതിൽ ഈ ബസ്തർ, കൊണ്ടഗാവ് ജില്ല, ഈ 2 ജില്ലകളും അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. ഈ ബസവരാജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നക്സൽ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അത് ഇപ്പോൾ പരിപൂർണമായിട്ടും നക്സൽ വിമുക്തമായിരിക്കുന്നു, മാവോ വിമുക്തമായിരിക്കുന്നു. അവിടെയുള്ള മുഴുവൻ മാവോയിസ്റ്റുകളെയും ഇല്ലായ്മ ചെയ്ത് അവരെ, അവിടുത്തെ ഗ്രാമീണ ജനങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ സൈന്യത്തിന് സാധിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു അവിടെ ആദ്യമായിട്ട് ബസ് സർവീസ് ആരംഭിച്ചത്. സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള കമ്പനി അവിടെ ബസ് സർവീസ് ആരംഭിച്ചത് നമ്മൾ കണ്ടു. അവിടെ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ആദ്യമായിട്ടാണ് അവിടെ ഒരു ബസ് അവിടെ വരുന്നത്, സർവീസിനായിട്ട് വരുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ മാവോയിസ്റ്റുകൾ അഥവാ ഈ നക്സലുകൾ എന്തുമാത്രം ആഴത്തിലാണ് അവിടെ വേരോടിയിരുന്നത്. അവരുടെ ഉത്തരവുകൾ മാത്രം നടപ്പാക്കുന്ന ഒരു പ്രദേശം, ഈ ഗ്രാമീണർ ഇവരുടെ അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു പ്രദേശം, അവിടെയാണ് നമ്മുടെ സൈന്യത്തിന് സമ്പൂർണ്ണമായൊരു വിജയം കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും കാലത്ത് മാവോയിസ്റ്റുകളുടെ ഒരു തലസ്ഥാനം തന്നെയായിരുന്നല്ലോ ബസ്തർ. അതെ, മാവോയിസ്റ്റുകളുടെ തലസ്ഥാനം, മാവോയിസ്റ്റുകളുടെ എന്താ പറയുക, മിശിഹ ആയിരുന്ന ബസവരാജുവിൻ്റെ കേന്ദ്രം ഒക്കെയാണ് ഈ നമ്മളെന്താ പറയുക, ഇപ്പോൾ ഹിന്ദുക്കൾക്ക് കൈലാസം, മാനസ സരോവർ പോലെ മുസ്ലിങ്ങൾ ഇവിടെ എന്താ പറയുക, നമ്മുടെ ഹജ്ജിന് പോകുന്ന മക്ക പോലെ ഒക്കെ വളരെ പുണ്യമായിട്ട് കരുതുന്ന ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുപോലെ ഈ നക്സലുകളുടെയും മാവോയിസ്റ്റുകളുടെയും ഒരു വലിയ പുണ്യ കേന്ദ്രമായിട്ട് അവർ കരുതിയിരുന്ന, അവർക്ക് അവിടെ ഭൗതികമായും ശാരീരികമായുമുള്ള എല്ലാ പരിശീലനങ്ങളും ഉണ്ടായില്ല. അതെ, ഇത് വനമേഖലയാണ്. അവിടെ വനത്തിൽ ഒളിച്ചു പാർക്കാനും വളരെ കൃത്യമായിട്ട് ഈ വരുന്ന സേനകളെ നേരിടാനും ഒക്കെ ഉള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പണ്ട് ഈ ആസാമിൽ ബോഡോ തീവ്രവാദികൾ എങ്ങനെയാണ് കാട്ടിൽ ഒളിച്ചിരുന്ന് നമ്മുടെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിരുന്നതെന്ന് നമുക്കറിയാം. ഈ ബോഡോ തീവ്രവാദികളെ ചൈനയാണ് ആളും അർത്ഥവും പരിശീലനവും ആയുധങ്ങളും ഒക്കെ നൽകി സഹായിച്ചിരുന്നത്. ആ ബോഡോ തീവ്രവാദികളൊക്കെ ഇന്ന് ആയുധം വെച്ച് കീഴടങ്ങുകയും ആസാമിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ ആ വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് ഈ പറയുന്ന തീവ്രവാദത്തിൻ്റെ, പ്രാദേശികവാദത്തിൻ്റെ ഒരു സമ്പൂർണ്ണമായ ഇല്ലായ്മ അവിടെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവരെല്ലാം മടങ്ങി മുഖ്യധാരയിലേക്ക് വരികയും ഇന്നിപ്പോൾ അവർ എല്ലാം അധ്വാനിച്ച് തൊഴിലെടുത്ത് ജീവിക്കുന്നു. അതുപോലെ തൊഴിലെടുത്ത് ജീവിക്കാൻ തയ്യാറാകാത്ത ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘം, ഒരു വലിയ സംഘം ഇതിനകത്തുണ്ട്, ഈ നക്സൽ മാവോ ഗ്രൂപ്പുകളിലുണ്ട്. അവരാണ് ഈ ബസവരാജുവിൻ്റെ ശിഷ്യന്മാരായിട്ട് കൂടി അങ്ങനെ അവരുടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശങ്ങളൊക്കെ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് സുക്മ, ബിജാപൂർ, നാരായൺപൂർ, കാങ്കേർ ജില്ലകൾ ഇത് തീവ്ര നക്സൽ ബാധിത ജില്ലകളുടെ പട്ടികയിൽ തുടരും. ഇങ്ങനെ ഒരു 4-5 ജില്ലകൾ കൂടെ ഇനി ബാക്കിയുണ്ട്. അതായത് മൊത്തം വിവരം അനുസരിച്ച്
ദണ്ഡേവാഡ പട്ടികയിലുണ്ട്. അതുപോലെ ഛത്തീസ്ഗഡിലെ 6 അടക്കം 10 ജില്ലകളിലാണ് ഇനി നക്സൽ ബാധിത ജില്ലകളായിട്ടുള്ളത്. ഈ 10 ജില്ലകളും കൂടെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും നമുക്ക് ഈ നക്സലൈറ്റുകളെ, മാവോയിസ്റ്റുകളെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പരിപൂർണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഈ ആശയത്തെ വേരോടെ പിഴുതുകളയാൻ നമുക്ക് സാധിക്കും. അതാണ് അമിത്ഷാ, നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറഞ്ഞത്. 2026 മാർച്ച് 31 മുമ്പ് ഭാരതം നക്സൽ വിമുക്തമായിരിക്കും, മാവോ വിമുക്തമായിരിക്കും, മാവോയിസ്റ്റുകളിൽ നിന്ന് ഭാരതത്തെ വിമുക്തമാക്കും എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പാർലമെൻറ്റിൽ നൽകിയ ഉറപ്പാണ്. അതിനോട് നമ്മൾ വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ 2026 മാർച്ച് 31 വളരെ മുമ്പ് തന്നെ നമുക്ക് നേട്ടം കൈവരിക്കാനാകും. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സൈന്യത്തിന് ഈ പ്രദേശങ്ങൾ, ഈ 10 ജില്ലകളും കൂടെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ, ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവരെ സമ്പൂർണ്ണമായിട്ട് അറസ്റ്റ് ചെയ്യുകയും അല്ല ഏറ്റുമുട്ടുന്നവരെ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്ത് പരിപൂർണമായിട്ടും ഈ ജില്ലകളെ വീണ്ടെടുത്താൽ ഭാരതം നക്സൽ വിമുക്തമാകും, മാവോയിസ്റ്റ് വിമുക്തമാകും. എന്തായാലും ഈ ബസവരാജുവിൻ്റെ മരണം അതൊരു വലിയ അടിയാണ് ഇവർക്ക് നൽകിയത്. അവർക്ക് മാത്രമല്ല, ഈ നഗരങ്ങളിൽ ഒളിച്ചു പാർക്കുന്ന നഗര നക്സലുകളുണ്ട്. കഥകളിലൂടെയും അർബൻ നക്സലൈറ്റുകൾ കഥകളിലൂടെയും കവിതകളിലൂടെയും സാഹിത്യത്തിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ ഈ നക്സലിസം എന്ന വിഷം കുത്തിവെക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത്തരത്തിൽ രണ്ടുപേരെ ഈ പിണറായി സർക്കാർ തന്നെ പിടികൂടിയിരുന്നല്ലോ, അലനും താഹെ. അതെ, അലനും താഹെ. അങ്ങനത്തെ അത് ഈ അലനും താഹയൊക്കെ വളരെ ചെറുപ്പക്കാരാണ്. പല പ്രായത്തിലുള്ള ആൾക്കാർ, സ്ത്രീകളും ചില കാര്യങ്ങളിൽ പിണറായി ഉറച്ചു നിൽക്കും. അതെ 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 അതെ. അല്ല, ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഈ നക്സലൈറ്റുകളും മാവോയിസ്റ്റുകളും വാസ്തവത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി തീർക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന് തന്നെയാണ്. കാരണം അവരുടെ പ്രഖ്യാപിത ശത്രു പിണറായി വിജയനാണ്. ഇപ്പോൾ നമുക്ക് നരേന്ദ്രമോദി, അമിത്ഷാ, അല്ലെങ്കിൽ കർണാടകയിലെ സിദ്ധരാമയ്യ. അല്ല, ഒരു കാലത്ത് നാം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഈ നക്സലുകളുടെ, മാവോയിസ്റ്റുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ SFI ന്നും DYFI ന്നാണ് കൂടുതൽ ബന്ധപ്പെട്ട് പോയത്. മറ്റു പാർട്ടികളിൽ നിന്നല്ല. കൃത്യമായി തന്നെ നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അല്ല, ഇവർ പറയുന്നത് ഇപ്പോൾ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡു, തെലങ്കാനയിലെ കിഷൻ റെഡ്ഡി, ഇവരെല്ലാം ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ പിണറായി വിജയൻ അങ്ങനെയല്ല. മാർക്സിസം പറഞ്ഞുകൊണ്ട് ഒരു വർഗവഞ്ചന ചെയ്യുന്ന ആളാണെന്നാണ് നക്സലൈറ്റുകളുടെയും മാവോയിസ്റ്റുകളുടെയും. അല്ല, ഇത്തരം വിപ്ലവം ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം തന്നെ വിപ്ലവമാണ്. ആ വിപ്ലവം ഈ പിണറായി വിജയൻ്റെതൊന്നും പോരാ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പോരെന്ന് പറഞ്ഞാണ് പലരും. അല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM പരിപൂർണമായിട്ട് ഒരു വലതുപക്ഷ പാർട്ടിയായി കഴിഞ്ഞു എന്നാണ് നക്സലൈറ്റുകളുടെ ആരോപണം. അവരുടെ ദൃഷ്ടിയിൽ ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പാർട്ടിയായി മാറി. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പിണറായി വിജയനോട് അതിശക്തമായ വിരോധവും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പിണറായി വിജയന് കനത്ത സുരക്ഷ പോലീസ് കൊടുക്കുന്നത്. കാരണം ഈ പറയുന്നത് പോലെ ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ സാധിക്കില്ല. നമുക്കറിയാം, ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ അദ്ദേഹത്തിനെ കാർ ബോംബ് സ്ഫോടനത്തിലൂടെ കൊലപ്പെടുത്താൻ ഇവർ ശ്രമിച്ചതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ രാജ്യം നക്സൽ വിമുക്ത രാജ്യമായി മാറും. അതിന് നമ്മുടെ സൈന്യം നൽകി വരുന്ന സേവനം വളരെ വലുതാണ്. ഇപ്പോൾ ബസ്തറും കൊണ്ടേഗാവും പരിപൂർണമായിട്ടും നക്സലിസത്തിൽ നിന്ന് മോചിതരായി. ആ ജില്ലകൾ മോചിക്കപ്പെട്ടു. ഇനി 10 ജില്ലകൾ കൂടെ അങ്ങനെ മോചിപ്പിക്കാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് സൈന്യം അവരുടെ കടമ നിർവഹിക്കും എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും അധികം വൈകാതെ നമുക്ക് ആ ലക്ഷ്യം, ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് വെച്ച ആ ലക്ഷ്യം സാധിക്കാൻ നമ്മുടെ സൈന്യത്തിന് കഴിയട്ടെ എന്ന് നമുക്കും ഈ അവസരത്തിൽ ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.